Hello everyone, welcome back to my channel. ഇന്ന് എൻ്റെ ഹൈറമോളെ ചോറ് കൊടുക്കുന്ന ദിവസമാണ്. അങ്ങനെ രാവിലെ തന്നെ ഹൈറമോൾ എണീറ്റിട്ടുണ്ട്. ഞാനും എണീറ്റ് ഹൈനി നല്ല ഉറക്കത്തിലാണ്. കണ്ടില്ല, ഇന്നാണ് 6 മാസം തികഞ്ഞിട്ടുണ്ട് അവർക്ക്. ഇന്ന് തുലാം 1 ആയതുകൊണ്ട് ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ആയനായിരുന്നു. അപ്പോൾ ഇന്ന് തുലാം 1 ഇത്ര ദിവസം കഞ്ഞിയായിരുന്നില്ല. അപ്പോൾ ഇന്ന് നല്ല ദിവസം നോക്കി വൈകിട്ട് 4 മണിയാകുമ്പം കൊടുക്കേ. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വൈകിട്ടത്തേക്കുള്ള പരിപാടിക്ക് ഇറങ്ങിയാണ്. ചിക്കൻ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. പുറത്താണെങ്കിൽ കണ്ടില്ലേ, ഭയങ്കര മഴയാണ്. നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടുത്തെ തകർത്ത് മഴ പെയ്യുന്നുണ്ട്. രാത്രിയാകുമ്പോൾ ഭയങ്കര തണുപ്പുമാണ്. അതുകൊണ്ട് തന്നെ ഹാനി എണീക്കുമ്പോൾ കുറച്ച് ലേറ്റാകും. അങ്ങനെ അവൾ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ ചിക്കൻ വയ്ക്കാനുള്ള പരിപാടി പോയത്. സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ളത് മാത്രമാണ് ഇപ്പം ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തുണ്ടാക്കാനും പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഉച്ചയ്ക്കായപ്പോൾ വാപ്പായും ഇക്കായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഹാനിക്കാണെങ്കിൽ ചിക്കൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഹാനിക്ക് ചിക്കനാണ് കൊടുക്കുന്നത്. വെറും ചിക്കൻ മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ, അല്ലാതെ ചോറ ഒന്നും കഴിക്കാൻ ഭയങ്കര പാടാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മായി അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹാനിയാണെങ്കിൽ അനിയത്തി കൊണ്ടുവന്ന് ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നതാണ്. ഐസ്ക്രീം എത്ര കിട്ടിയാലും അവിടെ കഴിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരെണ്ണം ഐസ്ക്രീം മാത്രമാണ്. പിന്നെ പാച്ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലേക്കാണ് പോയത്. അങ്ങനെ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങാപ്പാലും പഞ്ചസാരയും നെയ്യൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന അരിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ കുറച്ച് ഏലക്കയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ അവിടേക്ക് ഇത് ശർക്കരയിലാണ് വെക്കാറുള്ളത്, പക്ഷേ ഇവിടെ ഉമ്മ വയ്ക്കുന്നത് പഞ്ചസാരയിലാണ്. രണ്ടും നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് കുക്കായി വരണം. അപ്പോഴാണ് നമ്മൾ പാച്ചോണ്ട് അതേ ഇതിൽ വരും, നല്ല സോഫ്റ്റായിട്ട് വരണം. അങ്ങനെ അതൊക്കെ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി ഞാനും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ടേബിൾ ഒന്നിട്ട് സെറ്റാക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് തുണി ഞാൻ വാഷിംഗ് മെഷീനിൽ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അനിയത്തിയുടെ അടുത്ത് പറഞ്ഞ് അതൊന്ന് വിരിക്കാനായിട്ട്, കാരണം എനിക്ക് വീണ്ടും ആ സമയം കളയണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അവളെല്ലാം വിരിച്ച് സെറ്റാക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ നല്ല വെയിലായ, മഴ രാവിലെ പെയ്തൊരു ലക്ഷണമേ ഇല്ല. ഹാനിയാണെങ്കിൽ മുകളിൽ വന്നാൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര കളിയും ബഹളവും ഒക്കെയാണ്. പിന്നെ ഞാൻ ഹാനിയെ ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ച് ഇത് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്നലെ പോത്തീസിൽ നിന്നെടുത്ത ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊരു ബാഗി പാൻറ്റ് ടൈപ്പാണ്, നല്ല വലുതുമാണ്. പക്ഷേ ഇക്കാരെ ഇഷ്ടത്തിനാണ് ഇതെടുത്തത്. പക്ഷേ ഹാനിക്ക് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടെന്ന് അവളെ കോസ്റ്റ്യൂം. എനിക്ക് കൂടുതൽ അവൾ ഫ്രോക്കൊക്കെ ഇടുന്നേക്കാൾ ഇങ്ങനത്തെ മോഡേൺ ഡ്രസ്സ് ഇടുന്നതാണ് എനിക്കും കൂടുതൽ ഇഷ്ടം. കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഈ ബനിയന് നല്ലൊരു ക്ലോത്താണ് വരുന്നത്. അങ്ങനത്തെ ഡ്രസ്സൊക്കെ ചെയ്ത് ഭയങ്കര ഷോയിലാണ് അവൾ കാണിക്കുന്നത്. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളെല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഭയങ്കര ഷോ കാണിക്കുന്നുണ്ട്. പിന്നെ ഹൈറമോളെ എന്താ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അവൾക്ക് ഡ്രസ്സൊന്നും ഇട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് സമയമാകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചതാണ് ഞാൻ. നമ്മൾ ചിക്കൻ കറി മാത്രമാണ് വീട്ടിൽ വെച്ചത്. ബാക്കി ഇടിയപ്പവും പൊറോട്ടയൊക്കെ നമ്മൾ പുറത്ത് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇടിയപ്പം ഇവിടെ അടുത്ത് തന്നെ ഉള്ള വീട്ടിലേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയി വാങ്ങിക്കാൻ പോകാൻ ഇറങ്ങിയപ്പോൾ ഹാനിക്കും കൂടെ പോകണമെന്ന്. അങ്ങനെ അവൾക്ക് ഷൂ ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറൊരു കോമഡി എന്തെന്ന് വെച്ചാൽ ഷൂ ഞാൻ ഇട്ടത് മാത്രമേ ഉള്ളൂ, അവൾ പോണില്ല എന്നായി അവസാനം. ചുമ്മാ ഒരു ആക്ഷനായിരുന്നു അവൾ കാണിക്കുന്നത്. കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ അവൾക്ക് പോയാലോ എന്നൊരു പേടി ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് അവൾ പിന്നെ പോയില്ല. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോൾ പാച്ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. നട്ട്സ്, മുന്തിരി എല്ലാം ഇട്ടിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ എന്ത് രസമല്ലേ, നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓടിപ്പോയി ഹൈറമ്മൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്നലെ പോത്തീസിൽ നിന്ന് എടുത്ത ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്ലോത്തും ആയിരുന്നു. മുകളിൽ ഇങ്ങനെ ബനിയൻ ടൈപ്പും താഴെ ഫ്രില്ലുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇടാൻ നല്ലൊരു ക്ലോത്തായിരുന്നു. ഹൈറമോളാണെങ്കിൽ ഡ്രസ്സിലിരിക്കുന്ന മുത്തിനെയൊക്കെ എങ്ങനെ വായിലാക്കാമെന്നാണ് നോക്കുന്നത്. അതിനെ പിടിച്ച് വലിച്ച് അവൾ എടുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഡ്രസ്സിലിരിക്കുന്ന കുറച്ച് മുത്തേ ഉള്ളൂ, അത് ഫുൾ അവൾക്ക് വായിലാക്കണം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡ്രസ്സായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മളിതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. അവളാണെങ്കിൽ ഡ്രസ്സിനെ ഇങ്ങനെ പൊക്കി പിടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പം നമ്മൾ പോത്തീസിൽ പോയപ്പോൾ ഒരു കളക്ഷനും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുപോലത്തെ ഡ്രസ്സ് എടുക്കണമെന്നുണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ പോയപ്പോൾ വലുതായിട്ട് ഒരു കളക്ഷനും ഇല്ലായിരുന്നു. അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ബോയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇത് സുന്ദരിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഹാനിയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പാവയൊക്കെ കൊണ്ട് ടേബിളിൻ്റെ പുറത്ത് ഫുൾ നിരത്തിയിട്ടുണ്ടായിരുന്നു.
ഒരു കളിപ്പാട്ടം പോലും അവൾ ഹൈറയ്ക്ക് കൊടുക്കില്ല, എല്ലാം ഇങ്ങനെ അവൾക്ക് ഇങ്ങനെ വേണം. അങ്ങനെ ഫുൾ ഷോയിൽ അവൾ കളിക്കുന്നുണ്ട്, ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു കൊടുത്തൊക്കെ. ബോ വെച്ച് കൊടുത്തത് ഫുൾ അവൾ തറയെ കളഞ്ഞിട്ടുണ്ടായിരുന്നേ. അവൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവൾ വെക്കില്ല, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും പുറത്ത് പോകണമെന്ന് അവൾക്ക് തോന്നണം. അങ്ങനെ നമ്മളിതാ ഹൈറമ്മക്ക് ചോറ് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഹാനിയയ്ക്ക് കൊടുത്തത് ഇക്കായാണ് ചോറ് കൊടുത്തപ്പോൾ, ഇപ്രാവശ്യം ഞാനാണ് ഹൈറയ്ക്ക് ചോറ് കൊടുക്കുന്നത്. ഇക്ക അങ്ങനെ ഫുഡൊന്നും വലുതായിട്ട് കഴിക്കാറില്ല, എന്തെങ്കിലും വെറൈറ്റീസ് അങ്ങനെയൊക്കെ ഇക്ക കഴിക്കും. ചോറ് അങ്ങനെ സാധനങ്ങളൊന്നും വലുതായിട്ട് ഇക്ക കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഹാനിയയ്ക്കും ചോറൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ചില വെറൈറ്റി ഐറ്റംസ് മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ. അങ്ങനെ എപ്പോഴും ഇക്കായെ കളിയാക്കാറുണ്ട്, ഇക്കാരെ സ്വഭാവമാണ് കറക്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനാണ് കൊടുത്തത്, എന്താവുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ തിരിച്ചതുപോലെ ഇക്ക എന്നെ കളിയാക്കും. പക്ഷേ ഹൈറമ്മോളാണെങ്കിൽ നമ്മൾ ആദ്യം വെച്ചപ്പോൾ തന്നെ ഒട്ടും രുചിച്ച് പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. അവളിങ്ങനെ വാ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കൊടുക്കണേക്കെ അവൾ തള്ളി 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 തറയിലോട്ട് വിടുന്നുണ്ടായിരുന്നേ. അവൾ കൊടുക്കുന്ന ഓരോരുത്തരെയും ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ തരുന്നത്, അവരെന്നെ ദ്രോഹിക്കുന്നത്, ഇതായിരുന്നു നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് അവൾ നോക്കുന്നത്. പിന്നെ ഹാനിക്കും കൊടുക്കണമെന്നൊരാഗ്രഹം തോന്നി അവളും കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഹാനിക്ക് നമ്മൾ ഫുഡ് വീട്ടിൽ വെച്ച് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡിസംബറിലാണ് അവൾക്ക് ഫുഡ് കൊടുത്തത്, അത് നമ്മൾ വൈകിട്ട് തന്നെയാണ് കൊടുത്തത്. പക്ഷെ അവൾ ആദ്യമൊക്കെ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു, എങ്ങനെയെങ്കിലും വായിൽ കിട്ടിയത് പിന്നെ കഴിക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു. പക്ഷേ ഹൈറ ഫുൾ ഒരു ഇതുപോലും അവൾ രുചിച്ച് നോക്കിയിട്ടില്ല. മധുരമെങ്കിലും അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ, പക്ഷെ അതൊന്നും അവൾ നോക്കിയിട്ടില്ലായിരുന്നു. അവൾ എങ്ങനെയെങ്കിലും വാപ്പാനെ രക്ഷിക്കണേ എന്നുള്ള മട്ടിലാണ് അവളിരുന്നത്. ഹൈറമ്മോക്ക് നമ്മൾ 6 മാസം തികഞ്ഞതിൻ്റെ അന്നാണ് ചോറ് കൊടുത്തത്. ഹാനിക്ക് നമ്മൾ 5:30 ആയപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈറയ്ക്ക് നമ്മൾ തികഞ്ഞു, കാരണം കുറേ കാര്യങ്ങളുണ്ട്, അത് നീണ്ടു പോയി. കുറേ ദിവസങ്ങൾ നമ്മൾ വിചാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള ജോലിക്കാർക്കും കൂടെ ഫുഡ് കൊടുക്കാൻ വിചാരിച്ച് ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്കായിട്ട്. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ്. ഹാനിയാണെങ്കിൽ അടുത്ത ഡ്രസ്സ് ഇട്ട ഫോട്ടോഷൂട്ടാണ്. ഇതെൻ്റെ ഉമ്മ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരുന്നതാണ്. ഈ വീഡിയോ കാണുമ്പോഴേ നല്ലൊരു യെല്ലോ കളറായിരുന്നു. 2 പേർക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തുണിയൊക്കെ എടുത്തതിന് ശേഷം താഴെ വന്നപ്പോൾ ഇക്കത കയറി വരുന്നുണ്ട് ഫുഡ് എടുക്കാനായിട്ട്. ഈ ജോലിയുടെ ടൈം കഴിഞ്ഞിട്ട് വരാമെന്നാണ് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 5 മണി കഴിഞ്ഞപ്പോൾ ഇക്കത ഫുഡൊക്കെ കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഹാനിക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞ് ചിക്കൻ എടുത്ത് കൊടുത്താണ്, പക്ഷെ അവൾ കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവൾ അടുത്ത ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഹൈറമ്മോളിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ചിരിയാണ്, ഫുഡ് കഴിച്ചതിൻ്റെ സന്തോഷമാണെന്ന് തോന്നുന്നു. പക്ഷെ വീണ്ടും കഴിക്കാനോ എടുക്കാനോ ഒന്നും അവൾ പിന്നെ ഇങ്ങോട്ട് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു അവൾ. പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം വീട്ടിലുള്ളവർക്ക് ഫുഡ് കഴിക്കുന്നില്ല. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇക്കാക്ക് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു, പാച്ചോറ് കഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാക്ക് കൊടുത്തില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നല്ല മഴയും ഇടിയൊക്കെ വെട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മായൊക്കെ സ്കൂട്ടറിൽ പോവാതിരുന്നപ്പോൾ ഇക്ക പറഞ്ഞ് കാറിൽ കൊണ്ടാക്കാമെന്ന്. കാരണം ദൂരം എൻ്റെ അനിയത്തി ഓട്ടിക്കുമ്പം മഴയും ഇടിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ നമ്മളിതാ ഇറങ്ങിയപ്പോൾ വലിയ ഇടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. കുറച്ചങ്ങോട്ട് പോയതേ ഉള്ളൂ, മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. വെള്ളായണി ജംഗ്ഷൻ എത്തിയേ ഉള്ളൂ എന്ന് തന്നെ പറയാം. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു, നമുക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മഴയായിരുന്നു. പിന്നെ പോണ വഴിക്ക് കുറച്ച് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മഴയും ലൈറ്റൊക്കെ ആയപ്പോൾ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ അവരെ കൊണ്ടാക്കിയിട്ട് നമ്മളിതാ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുവേ.